യുകെയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. രാഹുൽ പാർലമെന്റിൽ മാപ്പ് പറയണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, രാഹുൽ ഗാന്ധിക്കെതിരെ എങ്ങനെയാണ് ബി.ജെ.പിയും മറ്റും ആഞ്ഞടിച്ചത്? ഫിജി, ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി ആ നീക്കം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇന്ന് രാജ്യസഭയും ലോക്സഭയും സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ യു.കെയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങൾ, അത് ജനാധിപത്യത്തെ അപമാനിക്കുന്ന പരാമർശങ്ങളാണ്. ഇന്ത്യയെയും പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും അപമാനിക്കുന്ന പരാമർശങ്ങളാണ്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി സഭയിൽ വന്ന് മാപ്പ് പറയണമെന്നൊരാവശ്യം ലോക്സഭയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമാണ് ഉന്നയിച്ചത്. തുടർന്ന് വലിയ രീതിയിലുള്ള ബഹളം ഇരു സഭകളിലും ഉണ്ടായി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നു. തുടർന്ന് ഇരു പാർട്ടികളും തമ്മിൽ ബഹളമായതിനെ തുടർന്ന് ലോക്സഭയുടെയും അതുപോലെ തന്നെ രാജ്യസഭയുടെയും നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചു. യുകെയിൽ രാഹുൽ ഗാന്ധിയുടെ യുകെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ രാജ്യത്ത് RSS ഭരണം കൈയടക്കിയതോടുകൂടി രാജ്യത്തെ ജനാധിപത്യം നശിച്ചു, ഫാസിസത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ് എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പി പാർലമെന്റിലും അവരുടെ പ്രതിഷേധം കനപ്പിക്കുന്നത്. പ്രധാനമായും രാഹുൽ മാപ്പ് പറയണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയർത്തുന്നത് ബി.ജെ.പി. അതേസമയം രാഹുലിനെതിരെ നടപടി വേണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ സഭാ നടപടികൾ നിർത്തിവെച്ചതിന് പിന്നാലെ കോൺഗ്രസ് വിജയ് ചൌക്കിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിന് ശേഷം ഖാർഗെയും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഈ മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇനിയിപ്പോൾ 2 മണിക്ക് സഭാ നടപടികൾ പുനരാരംഭിക്കുമ്പോഴും പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. രാഹുൽ മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി.ജെ.പി. എന്നാൽ അതിന് എതിരായ നിലപാട്, അല്ലെങ്കിൽ അത് വേണ്ട എന്ന നിലപാടിൽ തന്നെ രാഹുലിനെ പിന്തുണച്ച കോൺഗ്രസും ഒപ്പമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയും സഭാ നടപടികൾ തടസ്സപ്പെടാനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഫിജി. ശരി ആന്റണി, രാഹുൽ വിഷയത്തിൽ ഇരുസഭകളിലും ബഹളം